ഹായ് സുന്ദരീസ്, എത്ര അധികം മേക്കപ്പ് ലുക്സ് ചെയ്താലും എൻ്റെ അടുത്ത് ഏറ്റവും അധികം വരുന്ന ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാൽ ഏത് ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഏത് ബ്രഷ് ആണ് യൂസ് ചെയ്യണത് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നമുക്ക് അത് നോക്കാം. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ഫൗണ്ടേഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ മാർസിന്റെ ഈ ഒരു പമ്പ് പാക്കേജിങ്ങിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ വളരെ കുറച്ച് മാത്രം ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ലെസ് ഇസ് മോർ, വളരെ കുറച്ച് മാത്രം മതി. പിന്നെ അതായത് ഒരു ഫ്ലാറ്റ് ബ്രഷ് ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് ഫസ്റ്റ് ഞാൻ ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ബഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലൈറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആയില്ലേ. ഒരു 10 സെക്കൻഡ് എടുത്തുള്ളൂ കേട്ടോ. ഒന്നാമത് നമ്മൾ കുറവ് ഫൗണ്ടേഷൻ എടുത്തിട്ടുള്ളൂ, രണ്ടാമത് ഈ ബ്രഷ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കണ്ടോ, പകുതി ഫേസ് എത്ര പെട്ടെന്ന് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് ഇങ്ങനെ തന്നെ ഈ ഭാഗവും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പൊ ചിലപ്പോൾ എന്റെ ഫേസ് കുറച്ച് ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും, പക്ഷെ എന്റെ സ്കിന്നിൽ ഓക്സിഡൈസ് ആയിട്ട് എന്തായാലും ഈ ഒരു ഷെയ്ഡ് ഡാർക്കർ ആവട്ടോ. അപ്പൊ സെറ്റ് ആവും. ഇങ്ങനെ നിർത്തിയാലും ഓക്കെ ആണ്, പക്ഷെ എനിക്ക് കണ്ണിന്റെ അടിയിൽ ഡാർക്ക്നെസ് ഉള്ളതുകൊണ്ട് കുറച്ച് മാത്രം കൺസീലർ അവിടെയും അതേപോലെ താടിയുടെ അവിടെയും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. ഇതും ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള കൺസീലർ ആണ്, പക്ഷെ നന്നായിട്ട് ബ്ലെൻഡ് ആവും. എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡും ആണ് കേട്ടോ. അതാണ് എനിക്ക് അത്ഭുതം. ഇപ്പൊ ഇതാ കുറച്ചു നേരം ആയപ്പോ എന്റെ സ്കിന്നായിട്ട് തന്നെ അത് സെറ്റ് ആയി. ഇപ്പൊ ഇതാ കുറച്ചുകൂടി ഡാർക്കർ ആയില്ല. അപ്പൊ എന്റെ സ്കിൻ ടോൺ ആയിട്ട് ചേർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ബേസ് മേക്കപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് രണ്ടും കൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എസ്പെഷ്യലി എന്നെ പോലെ ഒരു ഡസ്കി ബ്രൗൺ സ്കിന്നിലൊക്കെ ഉള്ളവരാണെങ്കിൽ. പിന്നെ ഇപ്പൊ ഇത്തിരി ഇങ്ങനെ ഒരു എന്തോ പോലെ തോന്നുന്നുണ്ടാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ബ്ലഷ് ഇട്ടിട്ടില്ല, കോണ്ടോർ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ വേറെ കളർ ഒന്നും ഫേസിൽ ഇല്ലാത്ത കാരണം ഒരു ഷേപ്പ് ഇല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവും. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്ത് വരുമ്പോൾ ഒന്നും കൂടി രസമായിട്ട് വരും കേട്ടോ. അപ്പൊ ട്രൈ ചെയ്ത് നോക്കൂ. പ്രോഡക്ട്സ് ടാഗ് ചെയ്തിട്ടുണ്ട്.